പ്രിയ സഹോദരരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടത് ശരിക്കും എന്താണ്? ഇനിയുള്ള കാലം എങ്ങനെ മരിക്കാതെ ജീവിക്കാം എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്. ഈശോ തന്നെയാണെങ്കിലും പറഞ്ഞു, നിങ്ങൾ ഓരോ വചനങ്ങൾ പറയുമ്പോഴും കർത്താവ് പറയുമ്പോഴും ശിഷ്യന്മാർക്ക് സംശയവും അതിനെപ്പറ്റി സംശയം ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നതുപോലെ ഇവിടെയും ധാരാളം ആളുകൾ എങ്ങനെ മരിക്കാതിരിക്കും, അത് ശരിയാണോ, ഇതിനകത്ത് ശരിയായ സത്യം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ എന്താണ്, യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ മരണം എന്നത് പരമസത്യമാണല്ലോ എന്ന് എല്ലാവരും മനസ്സിലുള്ളത് കൊണ്ടാണ് വേറൊരു പ്രശ്നം. അപ്പം സത്യത്തിൽ ഞാൻ ശരിയായ രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്: മരിക്കുവാൻ വേണ്ടി അല്ല ദൈവം മനുഷ്യനെ, നമുക്കറിയാം. അങ്ങനെയെങ്കിൽ മരണത്തെ ദൈവം എടുത്തു മാറ്റിയതും വ്യക്തമായിട്ട് നമുക്കറിയാം. പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം വരുന്നത്. അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിയായ രീതിയിൽ ക്രിസ്തുവിൽ ആഴപ്പെട്ടില്ല, ക്രിസ്തുവിൽ എത്തപ്പെട്ടിട്ടില്ല, ക്രിസ്തുവിലായിത്തീർന്നിട്ടില്ല. അതായത് ഇപ്പം ഞാൻ പറയാം, ഒരു ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരു വിമാനത്തിൽ കയറി നമ്മളിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ന്യൂയോർക്കിലേക്കാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി ഇരുന്നാൽ സുരക്ഷിതമായിട്ട് ന്യൂയോർക്കിൽ എത്തുമെന്നുള്ളത് നമുക്ക് ശരിക്കും അറിയാം. അതിനകത്ത് ആർക്കൊരു സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, അങ്ങനെ കയറി ഇരുന്ന് കഴിയുമ്പം വണ്ടി കുലുക്കുന്ന പോലെ കുലുങ്ങിയാൽ എന്ത് ചെയ്യും, നമ്മൾ കമിഴ്ന്ന് വീണാൽ എന്ത് ചെയ്യും, നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ബോധം കെട്ട് വീണാൽ എന്നെ ചെയ്യും, നമ്മളവിടെ എത്തുമോ? അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മൾ ശരിക്കും ന്യൂയോർക്കിൽ എത്തുമോ? ഇല്ല. ഇങ്ങനെ അപ്പോൾ നമുക്കൊരു പ്രശ്നമാണ്. അപ്പം വിമാനം എൻ്റെ ഇടയ്ക്ക് വീണ് പോയാൽ എന്ത് സംഭവിക്കും? അപ്പം ഞാനെങ്കിൽ ബോധം കെട്ട് മരിച്ചാൽ എന്ത് സംഭവിക്കും? ഞാൻ ന്യൂയോർക്കിൽ എത്താൻ വന്നാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒരു ചിന്തകളാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ആ വിമാനത്തിൽ കയറി ഇരുന്നാൽ ശാന്തമായിട്ട് അവിടെ ഇരുന്നാൽ മതി, 10 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ന്യൂയോർക്കിൽ എത്തും. അതിൻ്റെ സംവിധാനം എങ്ങനെയാണ്? ആ സംവിധാനം അങ്ങനെയാണ്. സുരക്ഷിതമായിട്ടിരിക്കാൻ, കാറ്റടിച്ച് കയറുന്നില്ല, മഴ നനയുന്നില്ല, വായു കിട്ടുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നുണ്ട്, സൈഡിലേക്ക് നോക്കാം, ശാന്തമായിട്ട് ഇരുന്നാൽ മാത്രം മതി എന്നുള്ളൊരു ശരിയായ ബോധ്യം നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ശാന്തമായിട്ട് അവിടെ കയറിയിരിക്കും, എത്തേണ്ട എത്തുകയും ചെയ്യും. അപ്പോൾ 100 സംശയം വന്നാൽ എന്ത് ചെയ്യും? അപ്പം നമ്മൾ പറയണ ഇല്ല, അവിടെ എത്തില്ല, മരിക്കും, വിമാനം താഴ്ത്തു പോകും, അതിൻ്റെ ചെറുവറ ഒടിഞ്ഞു പോകും, അപ്പോൾ എൻ്റെ വിമാനം ചെരിയുമ്പോൾ ഞാൻ താഴെ വീഴും, അതുപോലെ ഭക്ഷണം ഇന്ധനം തീർന്നു പോയാൽ എന്നാ ചെയ്യും, അത് തന്നെയല്ല വലിയ കൊടുങ്കാറ്റ് മഴ ഉണ്ടാലോ, എന്തായാലും ഞാൻ മരിക്കുകയുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു ചിന്തയാണുള്ളത്. ആ ചിന്തയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. കാരണം നമ്മൾ കാണുന്നതെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെയും പ്രശ്നം എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അടിസ്ഥാനമായിട്ട് പറഞ്ഞാൽ, ഞാൻ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ വേറെ കാര്യം പറയാം. നമ്മൾ തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ എഴുതുമ്പോൾ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്തൊരു വചനം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്: ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം എഴുന്നേൽക്കും, അതിനുശേഷം യേശുവിൽ നിദ്ര പ്രാപിച്ചവർ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ പറയുന്നത് എന്താണ് പറയുന്നത്? അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കാനായി വാനമേഖലയിൽ എടുക്കപ്പെടും. അത് സംഭവിക്കപ്പെടും. പിന്നെ വെളിപാട് ഗ്രന്ഥത്തിൽ പറയുന്നത്, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ അവിടെ മൃതിയെക്കുറിച്ചും പറയുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ ഈ സംഭവങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ശരിയായ അറിവ് ഒന്ന് അറിവിൻ്റെ തലം, 2 ജ്ഞാനത്തിൻ്റെ തലം, 3 എന്താണ്? അതീന്ദ്രിയ അഥവാ സ്വർഗജ്ഞാനത്തിനുള്ള ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ദൈവവചനത്തിൽ മാത്രം ലഭിക്കുന്ന അറിവ്, അജ്ഞാനം. അവിടെ നമ്മൾ മനസ്സിലാക്കണ്ടേ, സഭാതലത്തിലെ അർത്ഥം എടുക്കുമ്പോൾ തെറ്റിപ്പോവും, പ്രാപഞ്ചിക തലത്തിലെ അർത്ഥം എടുക്കുമ്പോൾ തെറ്റിപ്പോവും. കാരണം സഭാതലത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മളിതുപോലെ നിത്യൻ്റെ അപ്പം ദിവസവും കഴിക്കുന്നുണ്ട്, കുർബാന ധാരാളം കേൾക്കുന്നുണ്ട്, നമ്മൾ ഈശോയുടെ കൂടെ ജീവിക്കുന്ന, വചനം കേൾക്കുന്നത്, പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കും ഒക്കെ, എന്നിട്ട് മരിക്കുന്ന നമ്മൾ കാണുന്നത് അല്ലേ? അപ്പോൾ പിന്നെ സഭാതലത്തിലുള്ള ഈ ചിന്തയിൽ നിന്ന് മാറ്റി മറ്റൊരു ചിന്തയിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ അടിസ്ഥാനമായിട്ടാണ് ഇത് പ്രത്യേക സെമിത്തേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ശരി തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിയാലും നമ്മുടെ മരണത്തെ തന്നെ നമ്മൾ കാണുന്നത്. പിന്നെ മനുഷ്യൻ മരിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് കാര്യം, ജനിക്കുന്നു മരിക്കുന്നുള്ള രീതിയിലും ആ അടിസ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായി പോയതാണ് അടിസ്ഥാന പ്രശ്നം. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ ഇവരുടെ കാര്യം പറയാം. ഒരു 500 വർഷം മുമ്പ് സഭ പറയുകയാണ്, ഈ സഭയിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിലായിരിക്കുന്ന ആരും മരിക്കാറില്ല. പിന്നെ അവർ മരണമല്ല സംഭവിക്കുന്നത്, അവർ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കും. 100ാമത്തെ വയസ്സിൽ അവർ ക്രിസ്തുവിൽ മരണം വരുന്നവർ ഭാഗ്യവാന്മാർ. ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്നവർ ഭാഗ്യവാന്മാർ. മൃതി അടയുകയും ചെയ്യുന്ന മരണം എന്നൊരു സംഭവമില്ല, മരണം എന്നൊരു വാക്കുപോലും ഉപയോഗിക്കുന്നില്ല. അപ്പം മൃതി അടയാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അവന് യേശുവിലാണ് പോയത്. ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്ന ഭാഗ്യം, യേശു ക്രിസ്തുവിൽ അവൻ മൃതി അടഞ്ഞു, പുള്ളി ശാന്തമായിട്ട് കിടന്നു, നമ്മൾ കൊണ്ട് മാറ്റി ഒരു കല്ലറയ്ക്കകത്ത് വെച്ചു.
അപ്പോൾ അത് തന്നെയുമല്ല, പണ്ടത്തെ കാലത്തൊക്കെ നമുക്കറിയാം കല്ലറ സാധനം ഇല്ലായിരുന്നു, പകരം മണ്ണിൽ കുഴിച്ചിടുമായിരുന്നു. അപ്പോൾ മണ്ണിൽ കുഴിച്ചിട്ട് കഴിയുമ്പോൾ ആ മനുഷ്യൻ്റെ ശരീരം ചീഞ്ഞളിഞ്ഞ് പോകും. നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇന്ന് കുറച്ചുകൂടി ചിന്തിക്കുക, ഇത് മണ്ണൊന്നും വീഴുന്നാണ്ട് സുരക്ഷിതമായിട്ട് അവിടെ ഇരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മുടെ പഠനങ്ങളിൽ വന്ന തെറ്റുകളാണ്, നമ്മുടെ ധാരണയിൽ വന്ന തെറ്റുകളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, വേറെ കാര്യം നമുക്ക് ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ 500 വർഷം ഒരാൾ ജീവിച്ചിരിക്കുമോ? യേശു വരുന്നതിന് വരെ ജീവിച്ചിരിക്കുമോ? അത് ന്യായമായ ചിന്തയല്ലേ? അപ്പോൾ അവിടെയാണ് കർത്താവ്, ഒന്ന് നിദ്ര, മറ്റൊന്ന് ക്രിസ്തുവിൽ മരണമടഞ്ഞവർ, യേശുവിന് മുമ്പുള്ളവർ, ഒന്ന് യേശുവിൽ നിദ്ര പ്രാപിച്ചവർ, മറ്റൊന്ന് എന്താണ് പറയുന്നത്, ഈ റാപ്ചർ, അതായത് എടുക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അവശേഷിക്കുന്നവർ കർത്താവിനെതിരൊക്കെ വനമകൾ എടുക്കപ്പെടും. മറ്റൊന്ന് ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി എന്നൊരു ഭാഗ്യമാണ്. അപ്പോൾ എവിടെ നോക്കിയാലും നമ്മൾ ഇത് മരണത്തെ അല്ല മരണത്തിൻ്റെ വിവിധ മുകളിൽ കാണും. എന്നാൽ ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന സത്യം എന്ന് പറയുന്നത്, ശരിക്കും എന്ന് മനസ്സിലാക്കേണ്ടത്, ഇനി 8 വർഷമേ ഉള്ളൂ യേശു വരാൻ. അവിടെയാണ് എൻ്റെ പ്രത്യേകത. ഇനി ഒരു 100 വർഷം കൂടെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മരിക്കും, ആൾ മരിക്കുമല്ലോ. 100 വയസ്സല്ല, 60, 70, 80, 90 വയസ്സാകുമ്പോഴത്തെ ആൾ മരിക്കും, നമ്മൾ കൊണ്ട് അടക്കും. പക്ഷേ ഇനി യേശുവിൽ നിദ്ര പ്രാപിക്കാനോ, യേശുവിൽ കർത്താവ് മൃതിയടയാനോ, മരണനിദ്ര പ്രാപിക്കാനോ, യേശുവിൽ അപ്പോൾ അവശേഷം സംഭവിക്കപ്പെടാനോ 8 വർഷമുള്ളൂ. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ 8 വർഷത്തിനുള്ളിൽ നമ്മൾ മരിക്കാതിരിക്കണമെങ്കിൽ അതിന് നമ്മൾ ജീവനോടെ തന്നെ ഇരിക്കും. നമ്മൾ ആരും മരിക്കാതെ, അതായത് ഈ എല്ലാവരും മരിക്കാമെന്നല്ല, എല്ലാവരും മരിക്കുന്നത് പൊതുവെ എല്ലാവരും മരിക്കും. പക്ഷേ ഇതിനകത്ത് പ്രത്യേകം സെലക്ട് ചെയ്താൽ, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നമ്മിൽ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേക്കാൻ വാനമേൽ എടുക്കപ്പെടും. അപ്പോൾ അവശേഷിക്കുന്നവർ കുറേ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്താണെന്ന് നമ്മൾ അറിയുമ്പോഴാണ് നാമും എങ്ങനെ അവശേഷിക്കപ്പെടണം എന്നുള്ള ധാരണ നമുക്ക് മനസ്സിലാക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമുക്കിത് തിരിയില്ല, മനസ്സിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ, ഈ ക്ലാസ്സിനകത്ത് ഇപ്പോഴും ഞാൻ ഇതിൻ്റെ അടിസ്ഥാന കർത്താവിൻ്റെ വചനം പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിനെപ്പറ്റി ഒരു ആമുഖമായിട്ട് പിന്നെയും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രഹസ്യം പറയണമെങ്കിൽ ആ വചനത്തിൽ കൂടെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വിമാനത്തിൽ കയറി ഇരിക്കണം, അത് ധാരണയായിട്ട് വിശ്വസിക്കണം, നമ്മൾ എവിടെ എത്തുമെന്ന് ചിന്തിക്കണം, അവിടെ എത്തുന്നതായിട്ട് നമ്മൾ കാണണം. അപ്പോൾ കൃത്യമായിട്ട് അവിടെ എത്തിയിരിക്കും. നമുക്കറിയാം 14 മണിക്കൂർ, പണ്ടൊക്കെ വാഷിൻ്റെ പോലെ 14-18 മണിക്കൂറായിരുന്നു. ഇപ്പോൾ 12 മണിക്കൂർ കൊണ്ടൊക്കെ എത്തുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ 12 മണിക്കൂർ എത്തും എന്ന് പറഞ്ഞ പോലെ 8 വർഷം കഴിയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവിടെ എത്തിയിരിക്കും, നമ്മൾ മരിക്കുക. അപ്പം മരണകാരണമായ കാരണങ്ങൾ എന്തൊക്കെയാണ്, മരണം തരുന്നത് ഏതൊക്കെ സംഭവത്തിൽ കൂടിയാണെന്നുള്ളത് തിരിച്ചറിവ്, വ്യക്തമായ ധാരണ തിരിച്ചറിയുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒന്നുകൂടെ നമ്മുടെ ഉത്കണ്ഠ മാറുന്നത്. ഇത് ശരിയാണല്ലോ, ഈ പറഞ്ഞത് കുറേ കാര്യങ്ങൾ ഗ്രഹിക്കാനുണ്ടായിരുന്നല്ലോ, അയ്യോ എനിക്കാണല്ലോ തെറ്റിപ്പോയത്, എൻ്റെ ഈശോയെ ഇത് സത്യമാണ്, ഈ വചനമൊന്നും കേട്ടിട്ടില്ലോ, ഇതൊന്നും അറിയാൻ പറ്റിയിട്ടില്ലല്ലോ, എന്നാൽ ഇത് ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് ഇത് അറിയാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇനി ഇന്ന് മുതൽ ഈ ക്ലാസ് കേട്ട അന്ന് മുതൽ ഞാനിത് ഇങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പറഞ്ഞ് നിങ്ങൾ തീരുമാനം എടുത്താൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മരിക്കുകയില്ല. കാരണം നമുക്ക് എല്ലാ ദിവസവും കഴിക്കുന്ന ഔഷധമുണ്ട്. അത് ഏതാണത്? ഇപ്പോൾ പിന്നെ നമുക്കറിയാം, നിത്യജിൻ്റെ അപ്പം നമ്മൾ കഴിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ എല്ലാ ദിവസവും കുർബാനയെ നമ്മൾ കഴിക്കുന്നു. അതിൽ തന്നെ അത് കഴിച്ചാൽ ഒരു വലിയ ദോഷവും കൂടെ ഉണ്ട്. അത് പണ്ടൊരു ക്ലാസ് ഞാൻ വന്നിട്ടുണ്ട്. അതായത് യുവദാസിനെ എടുത്തു കൊടുത്തപ്പോൾ യുവദാസിൻ്റെ അതേ സമയത്ത് ആ മനുഷ്യനെ ഒറ്റ കൊടുത്തു, യേശുവിനെ ഒറ്റ കൊടുത്തു, സാത്താനായിട്ട് മാറി. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, ഒരു ക്ലൂ ഇട്ട് തന്നതാണ്. ശരിക്കും അപ്പോൾ എന്താണ് സംഭവിച്ചത്, ആ മനുഷ്യൻ്റെ ആ അവസ്ഥയിൽ എന്താണ് സംഭവിച്ചത്, ഇതൊക്കെ വ്യക്തമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ നിയമഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കണം, യേശു ക്രിസ്തു പറഞ്ഞ എന്താണ് മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരിൽ പറഞ്ഞ എന്താണ് മനസ്സിലാക്കണം, ലേഖനത്തിൽ ചില കാര്യങ്ങൾ പറ്റും അത് മനസ്സിലാക്കണം. ഏറ്റവും ലാസ്റ്റ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഏറ്റവും മർമ്മപ്രധാനമായ വെളിപാട് ഗ്രന്ഥത്തിൽ എന്തെഴുതിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കും. അങ്ങനെ ഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, എന്നാൽ ശരി, ഇതിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്ന ആ പോയിന്റിൽ നമ്മൾ എത്തണം, അവിടെ എത്തണം, നമ്മൾ എത്തിച്ചേരണം. അവിടെ ഞാൻ എന്ന വ്യക്തി അവിടെ എത്തിച്ചേരണം. പക്ഷെ നമ്മളവിടെ എത്തിയിട്ടില്ല. നമ്മൾ സഭയുടെ പഠനങ്ങളിൽ നമ്മൾ തളയ്ക്കപ്പെട്ട സഭയുടെ പഠനങ്ങളിൽ, സഭയുടെ വിശ്വാസത്തിൽ, സഭയിൽ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വിശ്വാസത്തെയും യേശുവിലുള്ള ആശ്രയബോധത്തെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സഭയ്ക്ക് അപ്പുറത്തേക്ക് കടക്കാനോ സഭയ്ക്ക് പുറത്ത് കടക്കാനോ സഭയ്ക്ക് പുറത്തെ ജ്ഞാനത്തിലേക്ക്, സഭയുടെ പഠനങ്ങളുടെ അപ്പുറത്തേക്ക്, സഭയുടെ ജ്ഞാനങ്ങളുടെ അപ്പുറത്തേക്ക് നമുക്ക് കടന്നെത്തി യേശുവിനെ കണ്ടെത്താൻ പറ്റുന്നില്ല. അതാണ് അടിസ്ഥാനം. നമ്മൾ മനസ്സിലാക്കണം, കത്തോലിക്ക സഭയ്ക്ക് കുറേ പരിമിതികളുണ്ട്, കുറേ അജ്ഞതകളുണ്ട്, കുറേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രാർത്ഥനകളിലൊക്കെ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും, അയ്യോ സഭയോ അച്ഛന്മാരെന്ന് പറയുമ്പോഴത്തേനും ഇത് അതിനപ്പുറത്തേക്ക് ഒരു ദൈവമില്ല നമ്മൾ വിശ്വസിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ സാപത്തിൻ്റെയും കർത്താവാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് അപ്പുറത്തേക്കും ദൈവമുണ്ട്, വചനത്തെ അപ്പുറത്തേക്കല്ല, സഭയ്ക്ക് അപ്പുറത്തേക്കും ദൈവമുണ്ട്.
നമ്മുടെ ജീവിത രീതിക്ക് അപ്പുറത്തേക്കും യേശു ക്രിസ്തു ഉണ്ട്. നമ്മൾ അവിടെ എത്തി നമ്മൾ ആ അവസ്ഥയിലായിത്തീരുക എന്നുള്ളതാണ്. അങ്ങനെ ആയിത്തീരുമ്പോൾ നമുക്കൊരു അപ്രാപ്യമായ മരണത്തിന് നമ്മളെ പ്രാപിക്കാൻ പറ്റാത്ത വിധം നമ്മൾ ദൈവിക കണ്ടീഷനിലേക്കുള്ള ദൈവിക ആത്മീയ ചൈതന്യത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടും. ഇത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ആ ക്ലാസ്സുകൾ ഞാൻ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോഴും ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. കാരണം അത് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മൾ വില കൊടുത്ത് സമയത്തിലിരുന്ന് പ്രാർത്ഥനപൂർവ്വം ഇരുന്ന് കേട്ടാൽ നമ്മുടെ ആഴത്തിൽ അതിന് ഹൃദയത്തിൽ പതിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് നിസ്സാരമായിട്ട് തോന്നും. ഏറ്റവും ഇതാണോ അയ്യോ ഇത് നമ്മൾ കേട്ട വചനം, അല്ലെങ്കിൽ ഇതിലെന്ത് കഥയിരിക്കുന്നു നമ്മൾ ചിന്തിച്ചു പോകും. ചിലപ്പോൾ കേൾക്കാത്തൊരു വചനമാണെങ്കിൽ നമ്മളിത് കേട്ടെന്നിരിക്കും, പക്ഷെ നമ്മളിത് വിലയില്ലാത്ത രീതിയിൽ കാണും. വില കൊടുത്ത് കണ്ടാലേ വില കൊടുത്ത് നമുക്ക് അതിനെ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. വില കൊടുത്ത് ഗ്രഹിച്ചാലേ നമുക്ക് വില കൊടുത്ത് അതിനെ ആയിത്തീരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ആ രീതിയിൽ ചിന്തിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. താല്പര്യമുള്ളവർ വന്നാൽ നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ വിശുദ്ധന് എൻ്റെ സ്വന്തമായ അഭിപ്രായം ഒന്നുമില്ല. എൻ്റെ സ്വന്തമായ അഭിപ്രായത്തിൽ എനിക്കൊന്നും പറയാനില്ല. ഞാനല്ല ഓരോ മനുഷ്യന് ജീവൻ കൊടുക്കുന്നത്, ഞാനല്ല ഒരു മനുഷ്യന് മരണം കൊടുക്കുന്നത്. യേശു ക്രിസ്തുവാണ്. ജീവൻ്റെ മരണത്തിനും നാഥനും നിത്യപിതാമത്തിനും പരിശുദ്ധമായ യേശു. മറ്റൊന്ന് മരണമില്ലാത്തവനായി യേശു ക്രിസ്തു. അപ്പം മരണമില്ലാത്ത മരണത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ പറ്റിയ വചനങ്ങളൊക്കെ വിസ്തരണത്തിലുണ്ട്. ആ വചനങ്ങളെ എടുത്ത് നമ്മൾ ഉപയോഗിക്കണം, പഠിക്കണം, അത് ധ്യാനിക്കണം, അതിലായിത്തീരണം. അപ്പോൾ നമുക്ക് ശരിയാവും. ഒരു സഹോദരൻ, അതിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ആ വചനത്തിൽ തന്നെ ആയിരിക്കാം. അങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടി നമുക്ക് ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനായി നമ്മെല്ലാവരും സമർത്ഥമായി സർവശക്തനായി യേശു അനുഗ്രഹിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. അതിനായി നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ ജ്വലിക്കാം. അതിനായി നമ്മുടെ ഏതെല്ലാം കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കാൻ പറ്റുമോ നമ്മൾ പഠിക്കണം. ഇത് നിഗൂഢമായൊരു പഠനമാണ്, ഒരു റിസർച്ച് പോലെ ഇരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ അണുബായുധം തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ ഒരു പിടി അയിര് മണ്ണ് കഴിയുന്ന വാരി കൂട്ടിയെടുക്കുമ്പോൾ അത് യുറേനിയത്തിൻ്റെ അംശം കലർന്ന മണ്ണ് കലർന്ന ഒരു അയിരാണ്. അതിന് അയിരെന്ന് പറയാം. അതിനെ പ്രോസസ്സ് ചെയ്ത് എടുത്ത് സംസ്കരിച്ച് ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ എത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എന്താണ്? അപാരമായ ചൂട്. അതായത് ഇലക്ട്രോൺ പ്രോട്ടോണൊക്കെ വിഘടിച്ചുണ്ടാക്കുന്ന 10,000 1 കോടി ഡിഗ്രി ചൂടാണ് കിട്ടുന്നത്. വെറും മണ്ണിൽ നിന്നാണ് സാധനം കിട്ടുന്നത്. അപ്പോൾ രൂപാന്തരപ്പെട്ട എവിടെ എത്തി? അത് മറ്റൊരു അവസ്ഥയിലേക്ക് എത്തി മാറി എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കേൾക്കുന്ന വചനത്തിൽ തന്നെ നിന്നും നമ്മളൊരു 3-4 സ്റ്റെപ്പ് മേലെ കയറേണ്ടി വരും. അത് ജീവിത രീതിയിൽ, വിശുദ്ധിയുടെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, പ്രവർത്തന കാര്യത്തിൽ, ചിന്തയുടെ കാര്യത്തിൽ, ആത്മീയ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും നമ്മൾ 2 സ്റ്റെപ്പോ 3 സ്റ്റെപ്പോ കയറേണ്ടി വരും. അങ്ങനെ കയറി എത്തേണ്ട പോയിന്റ് എത്തിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് വരാൻ പറ്റും. അതൊരു പ്രത്യേക സംഭവമാണ് പ്രിയപ്പെട്ടവരെ. അതിനാൽ നമ്മൾ കൂടുതൽ പ്രാർത്ഥനയും തീക്ഷ്ണതയും ജ്വലനും നമുക്ക് ആവശ്യമാണ്. നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ഒരു വിരോധാഭാസം പോലെയൊക്കെ തോന്നി ക്ലാസ്. പക്ഷേ പരമസത്യമാണ്. ക്രിസ്തുവിലായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ പുതിയ സൃഷ്ടിയായിട്ട് തന്നെ ജീവിക്കണം. അപ്പോൾ ആ സൃഷ്ടി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കേൾക്കുമ്പോൾ ഒരു ലോക്കലായിട്ട് ഒരു പുതിയ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ഞാൻ മാനസായം വിട്ടു, പക്ഷേ അത് ഞാൻ മദ്യപാനം നിർത്തി, ഞാൻ പുതിയ സൃഷ്ടിയായി. അത്രേ ഉള്ളൂ നമ്മുടെ കണക്കിട്ട്. അപ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമിയും നമ്മൾ വെളിപാട് കേൾക്കുന്നു. അപ്പോൾ പുതിയ ആകാശം പുതിയ ഈ പഴയ പോലെ തന്നെ ഇത് മാറ്റും. എന്നിട്ട് ഇതേപോലെ തന്നെ വേറെ പുതിയ ആകാശം പുതിയ ഭൂമി വരുന്നല്ലേ നമ്മുടെ കണക്കൂട്ടില്ല. അല്ല അങ്ങനെയല്ല അങ്ങനെയൊന്നും അല്ല. അങ്ങനെയല്ല, വചനത്തെ അങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ തിരുത്തേണ്ടത് തിരുത്തിയും അറിയേണ്ടത് അറിഞ്ഞും ഗ്രഹിക്കേണ്ടത് ഗ്രഹിച്ചും പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചും നമ്മളൊരു 4 സ്റ്റെപ്പ് മേലേക്ക് കയറുമ്പോൾ നമ്മൾ പ്രത്യേക സ്റ്റേജിലേക്ക് എത്തും. ആ സ്റ്റേജിലേക്ക് എത്തിയാൽ നമ്മൾ സ്ഥിരതമായി, ഭൂമിയിൽ തന്നെ സ്ഥിരതമായി, പിന്നെ അതങ്ങോട്ട് മാറ്റപ്പെടുകയേ വേണ്ടൂ. അതിനെ പരിശ്രമങ്ങളെ കർത്താവ് യേശു തമ്മിലോട് സമത്വം അനുഗ്രഹിക്കട്ടെ. ആമേൻ.